ശ്വാസം മുട്ടി രാജ്യതലസ്ഥാനം ദില്ലിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു. മിക്കയിടങ്ങളിലും 350 മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. അബ്ദുൾ റഷീദ് ഉണ്ട് ഒരിക്കൽ കൂടി ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായി. റഷീദ്, കുറേ സമയമായി തണുപ്പിൽ നിൽക്കുകയാണല്ലേ? ഒരേ സമയം തണുപ്പ്, അതോടൊപ്പം തന്നെ വായു മലിനീകരണം, ഏറ്റവും മാരകമായ സാഹചര്യത്തിലൂടെ രാജ്യതലസ്ഥാനം കടന്നു പോകുന്നു അല്ലേ? മനു, അതെ, വളരെ സമയമായി തണുപ്പത്ത് നിൽക്കുന്നു. പക്ഷെ തണുപ്പ് നമുക്ക് അത്ര പ്രയാസമായി തോന്നുന്നില്ല. അതിലേറെ പ്രയാസമായി തോന്നുന്നത് ഇത്തരത്തിൽ മാസ്കൊക്കെ ഇട്ട് ഷാളൊക്കെ ധരിച്ച് പുറത്തിറങ്ങേണ്ട സാഹചര്യമാണ്. അതിനേറെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വായുമലിനീകരണമാണ്. ഈ ശൈത്യത്തോടൊപ്പം വായുമലിനീകരണം ശക്തമായി ഉയർന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ITO മേഖലയിൽ ഇന്ന് 380 മുകളിലാണ് വായു ഗുണനിലവാര തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മിക്കയിടങ്ങളിലും ഇത്തരത്തിൽ വായു ഗുണനിലവാര തോത് എന്ന് പറയുന്നത് 350-നും 400-നും ഇടയിലാണ് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. ഏറെ അപകടകരമായിട്ടുള്ള ഗണത്തിൽപ്പെട്ടിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ ദില്ലിയിലെ വായു മലിനീകരണം കൂടിയുള്ളത്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ പുകമഞ്ഞ് കൂടി ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ തന്നെയും വ്യോമ റെയിൽ ഗതാഗതത്തിനൊക്കെ തന്നെ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി വിമാനങ്ങൾ ഇന്നും വൈകി ഓടും എന്നുള്ളതാണ് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നമുക്ക് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദീർഘദൂര ട്രെയിനുകളും ഇന്ന് വൈകിയാണ് ഓടുന്നത്. കേരളത്തിലേക്ക് അടക്കം പുറപ്പെടേണ്ട ചില ട്രെയിനുകൾ വൈകി ഓടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി, ഈ വായു മലിനീകരണം രാജ്യ തലസ്ഥാനത്തെ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ജനജീവിതത്തെയും കൂടുതൽ സ്തംഭിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും 50% സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും വർക്ക് ഫ്രം ഹോം നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതപ്പോൾ സ്കൂളുകളൊക്കെ തന്നെയും വെർച്വൽ മോഡിലേക്ക് മാറണമെന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം GRAP 4ാം ഘട്ടമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള പരിശോധനകൾ നടത്തണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ള കാര്യം പ്രതിപക്ഷ MP-മാർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ സഭ നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ചോദ്യോത്തരവേളകളൊക്കെ തന്നെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു നിലപാടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിന് സഭ പിരിയാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാമെന്നുള്ള കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ ഈ G-Ramji ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ച ചെയ്യാമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ആയിരിക്കും ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് ശേഷം പ്രതിപക്ഷ MP-മാരൊക്കെ തന്നെയും സംസാരിക്കുകയും ചെയ്യും. പുറകിൽ എത്രത്തോളം ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു കാഴ്ച പരിധി അത് വളരെ കുറവാണ്. തൊട്ട് മുമ്പിലുള്ള വാഹനങ്ങൾ പോലും അല്ലെങ്കിൽ ആളുകളെ പോലും കാണാൻ സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. എനിക്ക് പുറകിൽ ഇപ്പോൾ ഈ എയർ പൊല്യൂഷൻ കുറക്കാൻ സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള ചില പദ്ധതികളുണ്ട്. അതായത് ഈ വാഹനങ്ങൾ കൊണ്ട് വെള്ളം സ്പ്രേ ചെയ്യുന്ന പദ്ധതിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നത് കാണാം. ഇത്തരത്തിൽ മിക്കയിടങ്ങളിലും ഇത്തരത്തിലുള്ള സ്പ്രിംഗ്ലറുകളൊക്കെ തന്നെയും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പര്യാപ്തമായിട്ടുള്ള ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദില്ലി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കടുത്ത വിമർശനമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വായു മലിനീകരണം കുറക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും BJP സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ള കടുത്ത വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായാലും ഈ വിഷയം അബ്ദുൾ റഷീദാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.